പ്രേമം സിനിമയുടെ പൈറസി വിവാദത്തിനിടെ സിനിമാ സംഘടനകളുടെ നിർണായക യോഗങ്ങൾക്ക് കൊച്ചിയിൽ സാക്ഷ്യം വഹിച്ചു. ബി ഉണ്ണികൃഷ്ണന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായിരുന്നു സംവിധായകരുടെ സംഘടനയുടെ യോഗം. അതേസമയം വൈഡ് റിലീസിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനകളുടെ യോഗം. പ്രേമത്തോടുള്ള പ്രേമം കൊണ്ടല്ല, വൈഡ് റിലീസിംഗ് തടയാനാണ് എ ക്ലാസ് തിയേറ്റർ ഉടമകൾ സമരം ചെയ്യുന്നതെന്ന് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗത്തിൽ വിമർശനമുയർന്നു. സിനിമാ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംയുക്ത യോഗവും സംവിധായകരുടെ സംഘടനാ യോഗവുമാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത്. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംവിധായകരുടെ സംഘടനാ സെക്രട്ടറി കമൽ പറഞ്ഞു. ഞങ്ങൾക്ക് വ്യക്തമായ ഓരോ കാര്യങ്ങളിൽ നിലപാടുണ്ട്. ആ നിലപാടുകൾ വ്യക്തമായി പറയുകയും നിലപാടെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഞങ്ങളുടെ സംഘടനയെ നയിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അയാൾ നിസ്സാരക്കാരനല്ല. അപ്പോൾ ആദ്യം തലകൊയ്യുക എന്നുള്ളതാണ് ഒരുപക്ഷെ ശത്രുപക്ഷത്തിന് ആദ്യം ഉണ്ടാകുന്ന ഒരു ഇത്. ആ നിലക്ക് പൈറസി തടയണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് രഞ്ജി പണിക്കറും ആവശ്യപ്പെട്ടു. ഇതിന് കൃത്യമായിട്ടൊരു പോളിസി ഇല്ല, നിയമമില്ല, ഒന്നുമില്ല. പിടിച്ചാൽ എത്രയോ തവണ പിടിച്ച ആളുകൾക്ക് എന്ത് സംഭവിച്ചു? അതേസമയം അൻവർ റഷീദിന്റെ രാജി സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു സംഘടനയുടെയോ വ്യക്തിയുടെയോ മാനാഭിമാനത്തിന്റെ പ്രശ്നത്തിനപ്പുറത്ത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ്. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗത്തിൽ എ ക്ലാസ് തിയേറ്റർ ഉടമകൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. പ്രേമത്തോടുള്ള പ്രേമം കൊണ്ടല്ല, മറിച്ച് ബാഹുബലി അടക്കമുള്ള സിനിമകളുടെ വൈഡ് റിലീസിംഗ് തടയാനാണ് നാളെ തിയേറ്റർ ഉടമകൾ സമരം നടത്തുന്നതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. അൻവർ റഷീദ് മറ്റാരുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. ഏകാധിപതിയായിട്ട് അവിടുത്തെ ചില ആളുകൾ പെരുമാറുമ്പോൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന ദോഷമൊന്നും മനസ്സിലാക്കാതെ ഞങ്ങളെ അവരുടെ കാഴ്ചയിൽ ചവിട്ടിത്താത്തിക്കൊണ്ടുള്ള പോക്ക് ഇനി നടക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത നീക്കത്തിലേക്ക് പോകുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും സംയുക്തമായിട്ടെടുത്ത തീരുമാനത്തിൽ ഈ സിനിമ കേരളത്തിൽ കളിക്കാവുന്ന ഏതൊക്കെ തിയേറ്ററിലൊക്കെ കളിക്കാനൊക്കെ അവിടെയൊക്കെ ഞങ്ങൾ ഇത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. ബാഹുബലി റിലീസ് ചെയ്യാൻ മടിക്കുന്ന തിയേറ്ററുകൾക്കെതിരെ സാമ്പത്തിക നഷ്ടത്തിന് കേസ് കൊടുക്കാനാണ് സെഞ്ചുറി ഫിലിംസ് ഉടമ രാജു മാത്യുവിന്റെ തീരുമാനം. റിപ്പോർട്ടർ, കൊച്ചി.